ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജിതിനെ ഇവിടെ ഉണ്ടടാ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ പാടത്ത് കളയൊക്കെ കിളിപ്പിച്ച് കളനാശിനി തളിച്ചതിന് ശേഷം പാടത്തേക്ക് വെള്ളം കയറ്റുകയാണ്. അതായത് പാടത്തേക്ക് ഇപ്പോഴുള്ള വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കൊക്കെ അടിച്ച്, അതായത് ട്രാക്ടർ, ട്രില്ലർ, മറ്റ് കാർഷിക ഉപകരണങ്ങളൊക്കെ അടിച്ചിട്ട് പുളിയൊക്കെ ഇളകി ഭയങ്കര മോശമായിട്ട് കിടക്കുന്ന വെള്ളമാണ്. അപ്പോൾ അതിനകത്തുള്ള കാരി വരാൽ, ചെമ്പല്ലി എന്ന് വെച്ചാൽ കല്ലട മുട്ടി പോലുള്ള മീനുകൾ ഓക്സിജൻ കിട്ടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് കള കിളിപ്പിച്ച് വെള്ളം കയറ്റി കള നശിപ്പിക്കാൻ വേണ്ടി വെള്ളം കയറ്റുമ്പം പാടത്തേക്ക് നല്ല പുതുവെള്ളമാണ് കയറുന്നത്. അപ്പം ആ വെള്ളത്തിന് ഇവർ ഉന്മാദത്തോടെ ഓടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 10 കൂട് നമ്മുടെ പാടത്തിറക്കി വെക്കാൻ പോവാണ്. പോടതിനെ കവറൂറ്റി ഞാൻ എടുക്കണം അല്ലേ? സിമ്പിളായിട്ടാണ് 10 കൂട് പൊക്കിക്കൊണ്ട് പോകുന്നത്. അതിവിടെ പറഞ്ഞോ, കളം കുത്തണ്ടാടാ, വെച്ചിട്ട് കയറി വന്ന് കുത്താം അല്ലേ? വെക്കുന്നല്ലേ മീൻ കിട്ടുന്നത്? മീൻ ഇവിടുന്ന് പുതുവെള്ളം വരുമ്പോൾ അങ്ങോട്ട് ഓടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഒതുക്കമുള്ള സ്ഥലത്ത് വേണം കൂട് വെക്കാൻ. അങ്ങ് പോകണം, കുറച്ച് ഇറങ്ങണം. ചന്ദനത്തിൻ്റെ പാലമാണ് മോട്ടർച്ചൻ പറയുന്നത്. ഈ പാലം അവിടെ തന്നെ വെക്കണം. ഇത് കിഴക്കോട്ട് കൊണ്ടുപോയിട്ട് 1-2 എടുത്ത് ഇവിടെ വെക്കാന്നോ? ഇവിടെ കഴിച്ചുമുട്ടെന്ന് പറയാം. അതായത് വെള്ളം ആവശ്യമില്ലാത്തത് കഴിച്ചുള്ളത് പോകാനുള്ള മുട്ടനെയാണ് കഴിച്ചുമുട്ടെന്ന് പറയുന്നത്. ചില ആൾക്കാർ കഴുത്തുമുട്ടെന്നൊക്കെ പറയാറുണ്ട്. കഴുത്തുമുട്ടല്ല, ആക്ച്വലി കഴിച്ചുമുട്ടെന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതിന് ഒരു തൂമ്പുണ്ട്. ആ തൂമ്പിലേക്ക് ചേർത്താണ് നമ്മൾ കൂട് വെക്കുന്നത്. ഈ പുറം ഇങ്ങനെ പൊങ്ങി നിൽക്കണം, ഇല്ലെങ്കിൽ കീറുന്ന മീനുണ്ടല്ലോ ചത്തു. നോക്കട്ടെ കറക്റ്റാണോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മീൻ കയറി ഇടിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് വലിഞ്ഞ് പുറകോട്ട് പോകുമല്ലോ? ഇല്ല, തൂമ്പിന് അടിയിലോട്ട് ചേർത്ത് ഇങ്ങനെ വെച്ചേക്കുക. ലൂസല്ലേ ഇത്? ലൂസാണ്. ഇത് ഇത്ര വരത്തുള്ളൂ. തിരിഞ്ഞു മറിഞ്ഞ് വന്നാലും തൂമ്പെ തട്ടി കിടക്കും. തൂമ്പിനകത്തോട് കയറ്റിയിരിക്കുക. ഇവിടെ വെക്കുന്നുണ്ടോ? ഇവിടുന്ന് വെള്ളം ഒഴുക്ക് വരുന്നതല്ലേ? ഇവിടെ ഇനി പൊഴുകാൻ ചാൻസ് കുറവല്ലേ? ഒറ്റ ചുറ്റും ഒരു മതി എണ്ണ. രണ്ട് നോക്കിക്കേ. താത്തിക്കെട്ടത് ആ കുത്തി ഇച്ചിരി ഊരി താത്ത് വെക്കാൻ നോക്കി. പ്ലോട്ടിന് വേണോ? കട്ട് ചെയ്തോ, എടുത്തോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ കാണുന്ന പാടത്തിൽ ധാരാളം കാരിയും ചെമ്പല്ലിയൊക്കെ ഏറെടുക്കുന്നുണ്ട്. ഇതിനെ പിടിക്കാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വെക്കാനുണ്ട്. വെക്കട്ടെ. അപ്പം നാളെ രാവിലെ പൊക്കുമ്പോൾ കാണാം മീൻ കിട്ടുമല്ലോ നമ്മൾ. കുറേ ആൾക്കാർ വലിയ കാര്യക്കും ചെറിയ കാര്യത്തിലൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ആഗ്രഹം പോലെ മീൻ കിട്ടുമായിരിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ ഇന്നലെ വെച്ച കൂട് നമ്മൾ വെക്കാൻ പോകണത്. ഇങ്ങോട്ട് നോക്കിയേ, ഇന്നലെ കിടന്നാണ് കിടക്കുന്നത് നോക്കി കണ്ടോ. ഏകദേശം വെള്ളമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടിൽ ഇത് നന്മവെള്ളമാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടിൽ മീൻ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ പോയി മീനുണ്ടോ നോക്കാം. ബാജ, നമ്മുടെ കൂടെ ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഭാര്യ, പിതാവ്, അമ്മായിച്ചൻ, മാമൻ, മാതുലൻ. അങ്ങേറ്റത്തുനിന്ന് പൊക്കണോ ഇതാദ്യം പൊക്കണം? അങ്ങേറ്റത്തുനിന്ന് പൊക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. ഞാൻ ഇന്നുള്ളോ ലക്ഷണം
ഇരിക്കണോ അത്? ചാകപ്പം ആ സാധ്യതയില്ല മീൻ കയറിയല്ല, കാരണം വെള്ളം ചെളിവായതുകൊണ്ട്. ഒരു കാര്യം ഇറങ്ങി ബക്കറ്റ്. ഓ കൊണ്ടാ കൊണ്ടേനെ എന്നാ ഓളാണ്. ആ ഊട്ടി വെച്ചിട്ട് കയറില്ലെങ്കിൽ ഇതാണ് അച്ഛൻ പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ ഇത്? ഈ വല്ലവന് പുല്ലുമായി വന്നു. അതാണ് ഇവിടെ ഇവിടെ സംഭവിക്കുന്നത്. ചെമ്പല്ലിയുണ്ട്. ചെമ്പല്ലി അതിൻ്റെ അകത്ത് മീൻ ഇറങ്ങി പോയതായിരിക്കണം അതിന്. നേരത്തെ പോയിട്ടുണ്ടോ? അത് മറ്റേ പിന്നെ എലിയും മീനും തമ്മിൽ എന്തോ ടൈപ്പ് ഉണ്ട്. ഇന്നലെ വെക്കുമ്പോൾ ഇല്ലായിരുന്നല്ലോ അത്. ഇല്ലായിരുന്നു. ഓക്കെ, കൈകൾ കയറുന്നുണ്ടോ? ഇല്ല, ഈ സൈഡിൽ തന്നെ അപ്പുറത്തോട്ട് വന്നാൽ മതി. വേണ്ടേ വെട്ടി വെച്ചിരിക്കുക. സന്ധ്യയ്ക്ക് നോക്കുമ്പോൾ അതിനകത്ത് മീനുണ്ടായിരുന്നു. നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ സത്യം ഇന്നലെ വെച്ചപ്പോഴത്തേക്കും പോളൊന്നും ഇല്ലായിരുന്നു. മൊത്തം ഞാൻ ചെക്ക് ചെയ്തിട്ടല്ലേ വെച്ചത്. എലിയായിട്ട് എന്തോ ടൈപ്പ് ഉണ്ട്. നൂലെടുക്കണം. വേണ്ട, ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ അങ്ങ് മഴയില്ല, വെള്ളവും ഇല്ല, വെള്ളമൊക്കെ പറ്റാം. പിള്ളേർ എഴുന്നേറ്റ് ഞാൻ ഒരു കൂട് കൊണ്ടിട്ട് തട്ടും. എങ്കിൽ ശരിയെങ്കിൽ ഇനി അടുത്ത എന്താവും? അടുത്തതിൻ്റെ അവസ്ഥ ഇനി എന്താണ്? വലിയ പണി തന്നായിരിക്കില്ല. ഈ മഴ പെയ്ത് വെള്ളം നിരന്ന് പോയതുകൊണ്ടായിരിക്കും അല്ലേ ഇതിന് മീൻ കുറവ്? അത് ഇറങ്ങിപ്പോയി, ഇറങ്ങിപ്പോയതായിരിക്കത്തില്ല. എൻ്റെ അമ്മ ചാലി പോയേനെ ഇപ്പോൾ. നോക്കട്ടെ, കരമ്പ് കണ്ടുപിടിച്ച് വരാം. ആണ്ടെ, അയ്യോ ആ കരി പോയി, മുഴുത്ത കരി. ചേട്ടാ ഇപ്പറേം കാരി, ഇപ്പറേം കാരി. ഈ ചാക്കല ഉടക്കിയതോ? അതവിടെ വെക്ക്. അതേപടി കൊമ്പടിക്കണ്ടേ, അനങ്ങിയ പോയി.
ഉള്ള കാര്യം വെച്ച് വിട്ട് കാര്യമല്ലേ. ഇത് ഇതിനകത്തില്ല ചാക്ക് ഈ ബക്കറ്റിനകത്തില്ല. വരാല് കയറിച്ചിട്ടോ അല്ലേ. ഒരു 4-5 കൂട് പറ്റിച്ചു അല്ലേ ഇതിനെ. മീനുണ്ടായിരുന്ന ഒരു കാര്യം അവിടെ വെച്ചിട്ട് ആ ഹോളുണ്ടെങ്കിൽ ആ കരി പോലും അതിനകത്ത് കിടക്കത്തില്ല. മതി. ഇതിനകത്ത് എന്തോ ഉണ്ട്. വരാലായിരിക്കും. റിങ്ങെല്ലാം എടുത്ത് ഊറ്റി ഊര കളഞ്ഞ ചാക്കാനകത്ത് ഒരു കാര്യമുണ്ട് അതിനകത്ത്. കാര്യം നൈസായിട്ട് ബക്കറ്റിലോട്ട്. ഒരു ആമക്കുഞ്ഞുണ്ട്. ആമക്കുഞ്ഞനോ ഈ കുറുമ്പന. അങ്ങോട്ട് വരുമ്പോൾ പോള എടുത്തിട്ടില്ലായിരുന്നു അടയാളത്തിന്. തേയിരിക്കും കൂട്. എന്തോ കറുത്ത് താഴെ കിടപ്പുണ്ട്. ഒന്നുമില്ലടാ. കാലേ മുട്ട വന്ന കൊമ്പുള്ളൂ. കൊണ്ടോ വെക്കണ വെക്ക്. കുറച്ച് പുല്ല് കുറച്ച് കറിക്കോട്ടിട്ട് വരും.
രണ്ട് കൂടുകളുണ്ട്. 2 കൂടുകളുണ്ട്. ഇവിടെ ഒന്നിരിക്കുന്ന ഈ കുറ്റി വെക്കുന്നുണ്ട്. സാറേ എന്തുണ്ടപ്പോൾ അത്രേ ഉള്ളൂ. എന്തോ കാര്യം താഴെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു, കറുത്ത് കാണുന്നുണ്ട്. കൂടിന് തെളിമയൊന്നുമില്ല. മീനുണ്ടെങ്കിൽ കാര്യം എന്ത് പറ്റില്ല. ആഹാ, വരാനുണ്ടല്ലോ. അവിടെ ചത്തിട്ടില്ലല്ലേ? മുങ്ങിയിരുന്നിട്ട് ചത്തില്ല. ചാക്കൻ തീ ഇതിനകത്തിട്ടിട്ട് വേണോ? എന്നിട്ട് പിടിച്ചിട്ടാണോ? ഏയ് എന്നെ പിടിക്കണ്ടേ? മുങ്ങി കിടന്നുണ്ട്, ഔഷധമായെന്ന് തോന്നുന്നു. നടുക്കൊക്കെ വെള്ളം എടുക്കുന്നുണ്ടോ? പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ അമ്മായിച്ചൻ ചാലിലൊന്ന് മറിഞ്ഞു വീണായിരുന്നു ഡൈവ് ചെയ്ത്. അത് കാരണം അദ്ദേഹം ഇടയ്ക്ക് അങ്ങ് വീട്ടിൽ പോയി. അപ്പം നമ്മൾ കൂട് മൊത്തം പൊക്കി കഴിഞ്ഞിട്ടുണ്ട്. കിട്ടിയ മീൻ വീട്ടിൽ ചെന്ന് കാണിക്കാം കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത മീനൊന്നും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു കൂട് 1-2 എലി വെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇന്നലെ വൈകിട്ട് നമ്മൾ മീൻ നോക്കാൻ പോകുമ്പോൾ അതിനകത്ത് കാര്യം ഉണ്ടായിരുന്നു, അത് പോയി. അത് നമുക്ക് കഴിക്കാൻ യോഗമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കാം എന്നാ കിട്ടിയെന്നുള്ളത്. ഇത്രയും കാര്യം ഉണ്ടായിരുന്നല്ലേ? 2 കിലോ കാരി വേണം. ഉണ്ടല്ലേ? 2 കിലോ കാരി വേണം. മതി, കറിക്കുള്ളതില്ലേ? 2 വരാലുണ്ടായിരുന്നല്ലോ. 2 വരാല് ഇതിനകത്താണ്, ചാക്കിനകത്ത്. അത് 2 കൂടെ 1.5 കിലോ ഉണ്ട് വരാല്. എന്നിട്ടൊരു കൂടക്കത്തിടാം. ഇത് വെള്ളം ഒഴിച്ചിടണമല്ലോ. വെള്ളം ഒഴിച്ചിടുന്നല്ല, ഇത് വെള്ളം ഒഴിച്ചിടാണ്. ആ, കൊട്ടക്കകത്തല്ല, അല്ല, വെള്ളത്തിട്ടാ പോലെ. വെള്ളത്തിട്ടാ അത് കണക്ക് വല്ല ഹോളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ ഒരു കൂട് കെട്ടി നന്നായിട്ട് എടുത്തിടണം. കൂട് കെട്ടിയിടാം. ശരി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ മീൻ പിടുത്തം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച മീൻ നമുക്ക് കിട്ടിയില്ല. കാര്യം നമ്മുടെ കൂടല്ല എലി കടിച്ച്. മീനുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട്, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഇന്നലെ വൈകിട്ട് നോക്കുമ്പോൾ അതിനകത്ത് മീനുണ്ടായിരുന്നു. നമുക്ക് എലി കടിക്കാത്ത 2-3 കൂടുണ്ടായിരുന്നു. ആ 2-3 കൂടിനകത്ത് കിട്ടിയ മീനാണിത്. അപ്പോൾ നമ്മൾ ഇതിനെടുത്ത് സേഫാക്കി വെള്ളത്തിലിട്ട് വെക്കും, കുറച്ച് കറിക്കെടുക്കും. ബാക്കി ഉണ്ടെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നിടം വരെ ടാറ്റ, ബൈ ബൈ. നമ്മളിതിനെ കൊണ്ട് സേഫ് ആക്കിയിട്ട് വരാം. ഓക്കെ, അവിടോട്ട് കൊണ്ട് വെള്ളത്തിലോട്ട് വെച്ചിട്ടിട്ടാ പോരെ? ഇതിലോട്ട് വെച്ച് ഞാൻ ഒരു എൻറ്റി പിടിക്കും. വരല്ലേ, അതിനകത്തിടാമല്ലോ. ഇവിടെ കിട്ടും. ഇവിടെ മേലോട്ട് വെച്ച്, അവിടെ വെള്ളമാണല്ലോ.